അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 13 വ്യാഴാഴ്ച. കുവൈറ്റിലെ മാങ്കാഫ് മേഖലയിലെ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ 24 മലയാളികൾ മരിച്ചെന്ന് നോർക്ക. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് വിദേശകാര്യ മന്ത്രാലയമാണെന്നും അതിനുശേഷം മാത്രമേ ഔദ്യോഗിക കണക്കായി പരിഗണിക്കാൻ സാധിക്കൂവെന്നും നോർക്ക സിഇഒ വ്യക്തമാക്കി. കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ 15 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതെന്ന് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകി. അനൌദ്യോഗികമായി ലഭിച്ച വിവരം അനുസരിച്ച് 24 പേർ മരിച്ചതായാണ് കണക്കെന്നും മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ ശ്രമം തുടരുകയാണെന്നും തുടർ സഹായം ചർച്ച ചെയ്യുമെന്നും നോർക്ക സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ 6 പേർ ഗുരുതരാവസ്ഥയിലാണെന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങളിൽ DNA പരിശോധന നടത്തുമെന്നും വാസുകി അറിയിച്ചു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകാനും പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അഗ്നിബാധാ മരണങ്ങളിൽ മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടിയന്തരമായി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും. സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവും മന്ത്രിയെ അനുഗമിക്കും. പരിക്കേറ്റ മലയാളികളുടെ ചികിത്സ, മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായാണ് ഇവർ കുവൈറ്റിലേക്ക് പോകുന്നത്. കുവൈറ്റിലെ മലയാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം സഹായം നൽകാം എന്ന് പ്രമുഖ വ്യവസായി യൂസഫ് അലിയും 2 ലക്ഷം രൂപ വീതം സഹായം നൽകാം എന്ന് പ്രമുഖ വ്യവസായി രവി പിള്ളയും മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. നോർക്ക മുഖേനയാണ് ഈ സഹായം ലഭ്യമാക്കുക. തീപിടുത്തമുണ്ടായ സമയത്ത് ഏകദേശം 200 ജീവനക്കാർ അഗ്നിബാധയുണ്ടായ 6 നില കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. കമ്പനിയിലെ ജോലിക്കാരായ താമസക്കാർ ഉറങ്ങിക്കിടന്ന സമയത്തുണ്ടായ തീപിടുത്തത്തിൽ കൂടുതൽ പേരും പുക ശ്വസിച്ചുണ്ടായ ശ്വാസം മുട്ടൽ മൂലമാണ് മരിച്ചതെന്നും രക്ഷപ്പെടാനുള്ള വാതിലുകൾ തുറക്കാനായില്ലെന്നുമാണ് സൂചന. സംഭവത്തിൽ കുവൈറ്റ് അധികൃതർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചു. അപകടത്തിന്റെ ഉത്തരവാദികൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ഡയറക്ടർ മേജർ ജനറൽ നാസർ അബൂസ്ലൈബ് വ്യക്തമാക്കി. കുവൈറ്റിലെ തീപിടുത്തമുണ്ടായ കെട്ടിടം പ്രവർത്തിക്കുന്നത് മലയാളി വ്യവസായി KG എബ്രഹാമിന്റെ കമ്പനിയായ NBTCയുടെ കീഴിലാണ്. കുവൈറ്റിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിലൊന്നാണ് NBTC. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ KG എബ്രഹാമാണ് NBCT കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. 1977 മുതൽ കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KGA ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് KG എബ്രഹാം. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ക്രൌൺ പ്ലാസയുടെ ചെയർമാൻ കൂടിയാണ് KG എബ്രഹാം. ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലംമാറ്റം ശരിവെച്ച് ഹൈക്കോടതി. സ്ഥലംമാറ്റ ഉത്തരവ് തടഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സ്വന്തം ജില്ലയിൽ ഒഴിവുണ്ടെങ്കിൽ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ പരിഗണിക്കാമെന്നും ഉത്തരവിലുണ്ട്. സർക്കാരിന്റെയും ഏതാനും അധ്യാപകരുടെയും അപ്പീൽ പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട കേസിൽ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ താൽക്കാലിക വിലക്ക്. പ്രതിക്ക് നാളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് കോടതി തടഞ്ഞു. കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിടുതൽ ഹർജി തള്ളിയതിനെതിരെ പ്രതി നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവ്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂരിലെ തോൽവി നൽകിയത് വലിയ പാഠമാണെന്നും അദ്ദേഹം പറഞ്ഞു.
അടിസ്ഥാന പ്രശ്നങ്ങളായ പെൻഷൻ, സപ്ലൈകോ വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിനുണ്ടായ വീഴ്ച പരിശോധിക്കും. എന്നാൽ സർക്കാർ തലത്തിൽ നേതൃമാറ്റം സിപിഐ ആവശ്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നയിക്കാൻ മുരളിയേട്ടൻ വരട്ടെ എന്ന് കെ മുരളീധരനെ അനുകൂലിച്ച് പാലക്കാട്ടും പോസ്റ്റർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിക്കണം എന്നാണ് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നത്. നഗരത്തിന് വിവിധ ഭാഗങ്ങളിലായാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. വാഹനങ്ങളിലെ രൂപമാറ്റത്തിൽ പ്രത്യേക പരിശോധന നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയിൽ അറിയിച്ചു. ഡ്രൈവർമാരുടെ ക്യാബിനിലിരുന്ന് വീഡിയോ എടുക്കൽ അനുവദിക്കില്ലെന്നും കോടതി പറഞ്ഞു. അതോടൊപ്പം റോഡിലോടുന്ന ബസ്സുകളടക്കം പല വാഹനങ്ങളുടെയും ബ്രേക്ക് ലൈറ്റ് വർക്കിംഗ് അല്ലെന്നും നടപടി സ്വീകരിക്കണമെന്നും കോടതി സർക്കാരിനെ അറിയിച്ചു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക കേരള സഭാംഗങ്ങളെ ഉപയോഗിച്ചാണ് CPM വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ പണം സമാഹരിച്ചതെന്ന് ചെറിയാൻ ഫിലിപ്പ്. ഭൂലോക തട്ടിപ്പായി മാറിയ ലോക കേരള സഭ CPMന്റെ പിരിവ് യന്ത്രമാണെന്നും CPM ആഭിമുഖ്യമുള്ള വിദേശത്തെ കടലാസ സംഘടനകളുടെ പ്രതിനിധികളോ CPM ഫ്രാക്ഷൻ നോമിനികളോ ആണ് സഭാംഗങ്ങളിൽ അധികവുമെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാന സർക്കാർ ലോക കേരള സഭ എന്ന മാമാങ്കം നിർത്തിവെച്ച് അതിന്റെ തുക കുവൈറ്റിലെ അപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമുള്ള ധനസഹായമായി പ്രഖ്യാപിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ലോക കേരള സഭ എന്ന പേരിൽ വലിയ മാമാങ്കം നടത്തുന്നതല്ലാതെ അതിന്റെ പ്രയോജനം പ്രവാസികൾക്ക് ലഭിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ കേസ് 25-ന് പരിഗണിക്കാനായി മാറ്റി. സഞ്ജു ടെക്കി കേസിൽ എന്ത് നടപടി സ്വീകരിച്ചുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിക്ക് കാരണം ന്യൂനപക്ഷ പ്രീണനമെന്ന ആരോപണം ആവർത്തിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതടക്കമുള്ള നയങ്ങളുമായി CPMഉം LDFും മുന്നോട്ടു പോയാൽ കാര്യങ്ങൾ കൈവിടുമെന്നും എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി ഉണ്ടാകുമെന്നും ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 55 വർഷമായി ഭരിക്കുന്ന ആലപ്പുഴ കുട്ടനാട് രാമങ്കരി പഞ്ചായത്ത് CPMന് നഷ്ടമായി. CPM വിമതരുടെ പിന്തുണയോടെ UDF അധികാരത്തിലേറി. പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗം R രാജുമോനെ തെരഞ്ഞെടുത്തു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അത്തരത്തിൽ യാതൊരു തെളിവും ലഭ്യമായിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരും NTA-യും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നീതി ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ. ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് റീടെസ്റ്റ് നടത്താനുള്ള NTA ശുപാർശ സുപ്രീംകോടതി അംഗീകരിച്ചു. റീടെസ്റ്റ് എഴുതിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയുള്ള മാർക്കായിരിക്കും നൽകുക. 1563 പേർക്കാണ് ഈ മാസം 23-ന് പരീക്ഷ നടത്തുന്നത്. ഫലം 30-ന് പ്രഖ്യാപിക്കും. 1563 പേർക്ക് 3 മണിക്കൂർ സമയം ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് 2018-ലെ സുപ്രീംകോടതി വിധി പ്രകാരം അവരുടെ മാർക്ക് നോർമലൈസ് ചെയ്യുന്ന വിധത്തിൽ ഗ്രേസ് മാർക്ക് നൽകിയത്. ഈ നടപടി പൂർണ്ണമായും റദ്ദാക്കുകയാണ്. തെലങ്കാന മുൻ ഗവർണർ തമിഴിസൈ സൌന്ദരരാജനെ പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ ശകാരിച്ച സംഭവത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം. മുൻ ഗവർണറായ നാടാർ വനിതയെ അപമാനിച്ചത് അപലപനീയമാണെന്ന് നാടാർ മഹാജന സംഘം വാർത്താക്കുറിപ്പിറക്കി. അമിത്ഷായും സംഭവത്തിന് കാരണക്കാരനായ BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും മാപ്പു പറയണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ അജിത് പവാർ NCPയുമായുള്ള സഖ്യം BJP അവസാനിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണങ്ങളിലൊന്ന് അജിത് പവാറിന്റെ പാർട്ടിയുമായുള്ള സഖ്യമാണെന്ന് കുറ്റപ്പെടുത്തുന്ന RSS മുഖപത്രത്തിലെ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ അഭ്യൂഹം. കന്നഡ സിനിമാ താരം ദർശൻ തൂഗുദീപ ഉൾപ്പെട്ട കൊലക്കേസിൽ ദർശന്റെ കടുത്ത ആരാധകനായ രേണുകാസ്വാമിയെ കൊലപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ദർശന്റെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയാണെന്ന് പോലീസ്. രേണുകാസ്വാമി ഭാര്യയും കുടുംബവുമായുള്ള ദർശനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല കമന്റുകൾ ആവർത്തിച്ചയച്ചതോടെ
ഇയാളോട് പ്രതികാരം ചെയ്യണമെന്ന് ദർശനോട് ആവശ്യപ്പെട്ടത് പവിത്ര ഗൌഡയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ജമ്മുകശ്മീരിലെ ദോഡ ജില്ലയിൽ ഇന്നു പുലർച്ചെ വീണ്ടും ഭീകരാക്രമണം. സൈനിക പോസ്റ്റിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേറ്റു. 4 ദിവസത്തിനിടെ ജമ്മുവിലുണ്ടാകുന്ന 4ാമത്തെ ഭീകരാക്രമണമാണിത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ തുടർച്ചയായ 3ാം വിജയത്തോടെ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ 8-ൽ. ന്യൂസിലാൻഡിനെ 13 റൺസിനാണ് വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലൻഡിനെ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.